ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ജാസ്മിനും ജിൻഡോയും തമ്മിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ അടിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ രണ്ടുപേരും ഒന്നിച്ചാണ് കിച്ചണിൽ ജോലി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒന്നിച്ച് കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് രണ്ടുപേരുടെ നാക്ക് ചുമ്മാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ചൊറിയുന്നുണ്ട്. അപ്പോൾ ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം ജിൻഡോ ചൊറിച്ചിലിൻ്റെ ഉസ്താദാണ്. ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ ആണെങ്കിൽ ഇനി വേറെ കണ്ടന്റ് ഇല്ല. അപ്പോൾ രണ്ടുപേർക്കും ഇല്ല. ജിൻഡോയ്ക്കും റസ്മിൻ പോയി. അപ്പോൾ ജിൻഡോയുടെയും ഗെയിമിന് പ്രധാനപ്പെട്ട കണ്ടന്റുകളായിരുന്ന പലരും അവിടെ നിന്ന് പോയി കഴിഞ്ഞു. ഗബ്രി പോയി കഴിഞ്ഞു. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് തോന്നുന്നത് ഒരു ടോം ആൻഡ് ജെറി ഗെയിമിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് നിൽക്കുക, അതാണ് പരിപാടി. ജിൻഡോ പറയുന്നുണ്ട് നിന്റെ വെപ്പ് മുടി ഇളവ് ഇടാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ്റെ മുടിയെ കുറ്റം പറയുന്നുണ്ട്. നിങ്ങൾ ഇന്നാൾ ഉണ്ടാക്കിയ ഫുഡ് വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളില്ലായിരുന്നു, നിറച്ചുപ്പായിരുന്നു, ഞാൻ ഇട്ടുതരാം ഉപ്പെന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ, നിങ്ങൾ എൻ്റെ മുടി അതിന് കണ്ടിട്ടുണ്ടോ, നിങ്ങൾ തൊട്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിനും തിരിച്ച് അങ്ങോട്ട് ചൊറിയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു കിച്ചൺ ഏരിയയിൽ നിന്നിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഒരു ടോം ആൻഡ് ജെറി ഗെയിമിന് തുടക്കം വിടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, കാരണം ഇവർക്ക് രണ്ടുപേർക്കും അറിയാം, ഇവർ രണ്ടുപേർക്കും ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ടെന്നറിയാം. അപ്പോൾ ജാസ്മിന് കുറച്ച് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരാണ് ടോപ്പ് 2 പൊസിഷനിൽ ഇപ്പോൾ നിൽക്കുന്നത്. സോ ഇവർ തമ്മിലുള്ള ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്ത് പോകാനായിരിക്കും ചിലപ്പോൾ ഇവർ ശ്രമിക്കുന്നത്. എന്തായാലും ഇന്നും നാളെയും കൊണ്ട് നമുക്കത് മനസ്സിലാവും എന്താണ് ഈ നമ്മുടെ ജിൻഡോയുടെയും ജാസ്മിൻ്റെയും ഗെയിം പ്ലാൻ എന്നുള്ളത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.